ചെയിൻ കൂടുതൽ ഉപയോഗിക്കുന്ന ഏത് ആൾക്കാരാ ശരിക്കും ഇവിടെ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ളാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഈ ഷാളൊക്കെ ഉപയോഗിക്കുന്നവരാണ് അതോ നോർത്ത് ഇന്ത്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ഷോൾ. അവരെ കണ്ടിട്ട് ഇപ്പൊ ഇവിടുത്തെ ആൾക്കാരും ഷോളറാണ്, കൊച്ചിക്കാരും അവർ ഫോട്ടോ വെച്ച് അവരൊക്കെ ഇപ്പൊ ഷോൾ ഇട്ടാണ് ഇപ്പൊ. നിങ്ങളാണ് ഇതിന്റെയൊക്കെ പുറകില് നോക്കി നടക്കണായിരുന്നു, ആരാണ് ഇതിന്റെ പുറകിലേക്ക്? നമ്മള് പോലെ ആൾക്കാരുണ്ടാവും പറയാം അതല്ലേ. ഈ ശരിക്കും തൊപ്പി എന്താ പണ്ടുള്ള തൊപ്പി ഇങ്ങനെയായിരുന്നു, ഒറ്റ കളറായിരിക്കുള്ളൂ. ഇപ്പൊ ഗിൽറ്റ് ടൈപ്പ് ക്യാപ്പ് ഇറങ്ങിയിരിക്കുന്നത് എന്താണ് അത്? എങ്ങനെയാണ് ഇതിന്റെ ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഫാഷനാണ്, ഹിപ്ഹോപ്പ് സ്റ്റൈലാണ്. ഹിപ്ഹോപ്പ് സ്റ്റൈൽ 50 സെന്റ് ഇപ്പൊ അങ്ങനത്തെ മോളിലാണ് ഇംഗ്ലീഷ് സോങ്സ് നല്ല ഇത് ഇട്ട് വരുന്ന സാധനം. ഇത് ശരിക്കും തുണിയാണോ ഇത് എന്ത് മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചത്? പ്ലാസ്റ്റിക് ഉണ്ട്, മെറ്റീരിയലും ഉണ്ട്, മൂന്നും കൂടി ചേർന്നാണ്, ലെതറും കൂടി ചേർന്നാണ്. തായ്ലാൻഡ് നിങ്ങൾ ഇവിടെ ഇറക്കുമതി ചെയ്യണം, അത് വേറെ വാങ്ങിക്കും? നമ്മൾ പോയി പർച്ചേസ് ചെയ്യാറുണ്ട്, തായ്ലാൻഡിൽ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യാം. ഇത് ജെൻസിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഷോറൂം മാത്രമാണോ? ജെൻസിന് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ്. ബാക്കി വേറെ എന്താ ഐറ്റംസ് അവിടെ ഉള്ളത്? പിന്നെ ടാറ്റോസ് ഒക്കെ ഉണ്ട്. ടാറ്റോസ് ഇപ്പൊ മോഡൽ ടാറ്റോസ് ആണ് എല്ലാരും അടിക്കാണ്, സ്കിൻ ടാറ്റോ എന്ന് പറയുന്നത്. അത് നമ്മൾ ഇട്ട് സ്കിൻ ഇട്ട് വെക്കുന്നുണ്ട്, അയച്ചു വെക്കാൻ ഊരി വെക്കാൻ എല്ലാരും അടിക്കാറല്ലേ. ഇത് ആണെങ്കിൽ അവർക്ക് ആവശ്യമില്ല, ടെമ്പററി ആയിട്ട് മൊത്തമായിട്ട് വരുന്ന. അത് എത്ര ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ്? അതില്ല, ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്ന ഐറ്റമാണ് സാധനം. ഒരു കള വെച്ചോ ഡ്രസ് മാതിരി തന്നെ, ടീഷർട്ട് യൂസ് ചെയ്ത് വേണമെങ്കിൽ വെക്കാം. സ്കൂളെല്ലാം തുറന്നിരിക്കുകയാണ്. ശരിക്കും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഒരു തിരക്ക് കുറവുണ്ടാവും കളയാണ് യൂണിഫോം. പക്ഷേ ഈ കടയിൽ എങ്ങനെ സ്കൂളും കോളേജും തുറക്കുമ്പോഴാണോ സീസൺ അതല്ല എപ്പോഴാണ് സീസൺ? ഇവിടെ വെച്ചാൽ സ്കൂൾ അടിച്ചിരിക്കുന്ന ടൈമിനാണ് ഏറ്റവും നല്ല ഇത് വരുന്നത്. പിന്നെ ഇത് അധികം ആൾക്കാർ പുറത്തുള്ള പോയി പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തുറക്കുന്ന ടൈമിനും പോകുന്ന ടൈമിനും ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് സാധനമൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും പോകാറും. ബാംഗ്ലൂർ, ഹൈദരാബാദ് പഠിക്കുന്ന പിള്ളേർ പോലും ബാംഗ്ലൂരും ഹൈദരാബാദിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുള്ള സ്ഥലമാണ്. എന്നിട്ട് പോലും ഇവിടെ നിന്നാണ് കൊണ്ടുപോകുന്നത് നമ്മളെ കസ്റ്റമേഴ്സൊക്കെ. ഡാൻസിന് വേണ്ടി സെപ്പറേറ്റ് ഡ്രസ്സുകളൊക്കെ നിങ്ങൾ ഇവിടെ നിന്ന് സപ്ലൈ ചെയ്യുന്നുണ്ടോ? പാർട്ടി വെയർ ടൈപ്സ് ഒരുപാടുണ്ട് നമ്മുടെ കയ്യിൽ. ഷൈനിങ് ക്ലോത്തിൽ വരുന്നതാണ് അത് കൂടുതലും. അതെവിടെ ശരിക്കും കൊണ്ടുവരുന്നത്? അതൊക്കെ ഇമ്പോർട്ടഡ് ആണ്, പുറത്തുനിന്ന് വരുന്നത്, തായ്ലാൻഡിൽ നിന്നാണ് വരുന്നത്. തായ്ലൻഡിൽ നിങ്ങൾ പോയിട്ട് ഇവിടുത്തെ ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യം അറിഞ്ഞിട്ട് പോയി പർച്ചേസ് ചെയ്യുകയാണോ? അത് ഇവിടെ നിന്ന് ആരെങ്കിലും ഇവിടെ നിന്ന് മെസ്സേജ് അയച്ചിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് താങ്കൾ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരാളെ റെപ്രസെൻറ്റേറ്റീവ് കൂടെ ഉണ്ടാകാറുണ്ടോ? ഇല്ലല്ല, നമ്മൾ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യും, അവിടെ പോയി പർച്ചേസ് ചെയ്യും. ഇതിലേക്ക് മാത്രം ഒതുക്കുകയാണോ നിങ്ങളുടെ സ്ഥാപനം? കാരണം വെച്ചാൽ ഇപ്പോൾ ഉള്ള ജീൻസ്, കളർഫുൾ ടീഷർട്ട്, ടീനേജിന് മാത്രമായിട്ടുള്ളൊരു ഷോറൂം ആണോ താങ്കൾ ഉദ്ദേശിക്കുന്നത്? അതോ ഭാവിയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? കളർഫുൾ നമ്മൾ ഫാഷൻ ഓൺലി ഫാഷൻ ആയിട്ട് കൊണ്ടുപോകണം. ഇതിന് വലുതാക്കാൻ പറ്റുമെങ്കിൽ ഇതിനും വലുതാക്കി ഫാഷന്റെ ഇനിയും ഇടാൻ പറ്റുമെങ്കിൽ അത് ഇട്ടു. കാരണം ഇപ്പോൾ പഴയ ഫാഷനാണ്, പഴയെന്ന് വെച്ചാൽ 70കളിലുള്ള ഫാഷനാണ് ഇപ്പോൾ തിരിച്ച് 2010 ഫാഷനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ വെൽക്കം ചെയ്യുന്നത്? കാരണം എല്ലാ ഇപ്പൊ എന്റെ മനസ്സായിരിക്കില്ല താങ്കളുടെ മനസ്സ്, ചിലർക്ക് ഫാഷൻ. പക്ഷേ ഇവിടെ ഭയങ്കര കളർഫുൾ. അപ്പോൾ ഈ സമയത്ത് എങ്ങനെയാണ് നിങ്ങൾ താരം ചെയ്യുക? വരുന്ന കസ്റ്റമേഴ്സ് പൊതുവെ എങ്ങനത്തെ ആളുകളാണ് നിങ്ങളുടെ കടയിലേക്ക് വരുന്നത്? നമ്മളുടെ ആൾക്കാർ വെറൈറ്റീസ് തപ്പി വരുന്നതാണ്. വെറൈറ്റീസാണ് ആൾക്കാർക്ക് വേണ്ടത്, ആ ടൈപ്പിലുള്ള കളക്ഷൻസ്. ജീൻസ് ആയാലും ടീഷർട്ട് ആയാലും വെറൈറ്റി കാണും, അതിലെന്തെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കാൻ പറ്റിയ സാധനമായിരിക്കണം കണ്ട അതേപോലത്തെ ഐറ്റമായിട്ട്. ഒരു മാസത്തോളം ഇനി ഈ ലോകകപ്പിലേക്ക് വരികയാണ്. അപ്പം അതിനുള്ള സാധനങ്ങളും ഏതൊക്കെ രാജ്യങ്ങളിലാണ് നിങ്ങൾ കൂടുതൽ വാങ്ങിച്ചു വെച്ചേക്കുന്നത്? ബ്രസീലാണ് കൂടുതലും. ഇവിടെ ഏറ്റവും കൂടുതൽ ബ്രസീലുണ്ട്, അർജന്റീന ഉണ്ട്, ഇംഗ്ലണ്ടുകാർ കുറവാണോ? അപ്പോൾ ഇംഗ്ലണ്ട് ഉണ്ട്. അല്ല അങ്ങനല്ല, ഒരുപാട് ആൾക്കാർ നമ്മളിവിടെ ഫാൻസ് കൂടുതൽ. അപ്പോൾ അതിൻ്റെ എല്ലാ മെറ്റീരിയൽസ് നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ എല്ലാം ജേഴ്സി, ഫ്ലാഗ്, മഫ്ലർ, ആക്സസറീസ് എല്ലാം ക്ലബ് ഐറ്റംസ്. അപ്പോൾ ഈ വരുന്ന ഫെസ്റ്റിവലിൽ നിങ്ങൾ അവർക്ക് എന്തെങ്കിലും റിഡക്ഷനാണ് ഇതിനെ കൊടുക്കാൻ നിങ്ങളുടെ ഫേം ഉദ്ദേശിക്കുന്നുണ്ടോ വരുന്ന കസ്റ്റമേഴ്സ്? നമ്മളെ ഫ്ലാഗ് ഒക്കെ നമ്മൾ കറക്റ്റ് ഹാഫ് റേറ്റാണ്, 50% ആണ് ഡിസ്കൗണ്ട്. വേൾഡ് കപ്പ് ഫ്ലാഗിന് 50% ആണ് ഡിസ്കൗണ്ട്. ഇത് എവിടെ നിന്നാണ് നിങ്ങൾ അത് വാങ്ങിക്കുന്നത്? അല്ല നിങ്ങളുടെ കമ്പനി ഓണായിട്ട് ഇത് പ്രൊഡക്റ്റ് ചെയ്യണം? കാരണം ഈ ഫ്ലാഗിനൊക്കെ കറക്റ്റ് സൈസൊക്കെ ഉള്ളതാണ്. എല്ലാ സൈസും ഉണ്ട്, ചെറിയ സൈസ് മുതൽ ബാന്താൻ സൈസ് മുതൽ വലിയ കൊടിയുടെ സൈസ് വരെ ഉണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ വേണ്ടി. ഈ കടയിൽ നിന്ന് ഇപ്പോൾ കുറേയധികം സാധനങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. ഇതെന്താ ശരിക്കും ബാഡ്ജ് എന്താ ഉദ്ദേശിക്കുന്നത്?
ബാഡ്ജ് കൊണ്ട് മെസ്സേജസ് പാസ് ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പലതരം മെസ്സേജസും വരും ഇതിൽ. പിന്നെ പോലീസിന്റെ ഉണ്ട്, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അതേപോലെ ഒരു മോഡൽ വരുന്നതാണ്. അതൊക്കെ ബാഡ്ജ് ടൈപ്പ് ഒരു രസത്തിന് വേണ്ടി കുത്തുന്നതാണ് ജീൻസിലേക്ക് ഷർട്ടിലേക്ക്. കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ആണ് ബാഡ്ജ്. പിന്നെ അതിൽ കൂടി തന്നെ മെസ്സേജസും പാസ് ചെയ്യും. ഓരോ മെസ്സേജസ് ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ട് തന്നെ വന്ന സാധനമാണ്. സിനിമയിൽ കണ്ടിട്ട് വന്നാണ് കുട്ടിയിട്ട് ബാഡ്ജ് കുട്ടിയിട്ട് കണ്ടിട്ട് വന്നാണ്. ക്ലബിന്റെ ബാഡ്ജസ് ഉണ്ട്. ഇപ്പോൾ ബ്രസീൽ, അർജന്റീന അവരുടെയും എല്ലാ ഐറ്റംസും ഉണ്ട്. അതായത് ലോകത്ത് ഇറങ്ങാൻ പോണതും ഇറങ്ങിയിട്ടുമുള്ള എല്ലാ ഫാഷനും, ടീനേജ് ഫാഷൻസ്, എന്തൊക്കെ ഫാഷൻസ് ഉണ്ട് അതെല്ലാം നമ്മുടെ ഈ കടയിൽ നിന്ന് എഫ് ബസാറിൽ നിന്ന് കൊടുത്തിരിക്കും. ഓക്കെ, അത് അങ്ങനെ തന്നെ ആകട്ടെ. ഭാവിയിൽ വലിയൊരു ഫാഷൻ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്ന. ഒപ്പം തന്നെ നമുക്ക് താങ്കളുടെ കുടുംബത്തിലേക്ക് വരാം. വീട്ടിലാരെല്ലാം ഉണ്ട്? വീട്ടില് അമ്മ, 2 ബ്രദർ, 2 സിസ്റ്റേഴ്സ്. ഓക്കെ, ബ്രദേഴ്സൊക്കെ ഇത് ഈ സെയിം ബിസിനസ് തന്നെയാണോ അതോ? ബ്രദേഴ്സൊക്കെ ആക്സസറീസ് ആണ്, ഈ ആക്സസറീസ് ബിസിനസ് ആണ്. ഓക്കെ, സിസ്റ്ററിന്റെ കല്യാണം കഴിഞ്ഞു? ബ്രദേഴ്സിന്റെ ഒക്കെ കല്യാണം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സ്വസ്ഥമായിട്ട് ഒറ്റയ്ക്ക് ഏകനായിട്ടാണോ ഈ ഫീൽഡിൽ ഇപ്പം നിൽക്കുന്നത്? അതെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്ര നാൾ 2 വർഷം അതിൽ കൂടി അങ്കിളിൻ്റെ കൂടെ നിന്നു ബിസിനസ്സിന് വേണ്ടി. ഇത് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ തമാശ കളിച്ച് സംസാരിച്ചെങ്കിൽ പോലും ഇത് വലിയ നല്ലൊരു ഇത് വേണം. ഒരു കൂടെ നിന്ന് വർക്ക് ചെയ്യാനും ലോകത്തെ പഠിച്ചാൽ മാത്രമേ ഇത്ര നല്ല ഫാഷനോട് ഇറക്കാൻ കഴിയുള്ളൂ. എന്താണ് താങ്കളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഭാവിയിലുള്ള? ഫാഷൻ ഇൻട്രസ്റ്റ് പരമായിട്ടുള്ള തന്നെ വലിയൊരു സ്റ്റോർ, അതായത് ഒരു 2000 സ്ക്വയർ ഫീറ്റിലൊക്കെ ആയിട്ടുള്ള വലിയൊരു സ്റ്റോറാണ് ലോകത്തെ എല്ലാ ആണുങ്ങൾക്ക്. അത് ആണുങ്ങൾ മാത്രം ഒഴിച്ചെടുത്തോ സ്ത്രീകൾ നിങ്ങൾ കഴിയുമെങ്കിൽ സ്ത്രീകൾക്കും ഇടാനുള്ളത് നോക്കണം. സ്ത്രീകളും ഫാഷനായിട്ട് വന്നിട്ട് ചെയ്യാണല്ലോ സ്ത്രീകൾ, അതുപോലെ ആ സ്ത്രീകൾക്കുള്ളത് ഉണ്ടാവും. നമ്മളിന്ന് നിന്നത് ജാഫറിന്റെ കടയിലാണ്, എഫ് ബിസാറോ. കൂടുതൽ കാര്യങ്ങൾ ടീനേജിന് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഫാഷൻ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, ആ ഫാഷൻ എങ്ങനെയാണ് നമ്മളുടെ ഇടയിൽ എത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹമാണ് ഈ കേരളത്തിലെ ഏറ്റവും നല്ലൊരു ഫാഷൻ സ്ട്രീറ്റ് പോലത്തെ ഏറ്റവും വലിയൊരു ഷോപ്പ് ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ ഒതുങ്ങി ജനങ്ങൾക്ക് ഫാഷൻ, ജനങ്ങൾക്കെന്ന് പറയുമ്പോൾ ടീനേജിനും അതിൻ്റെ കൂടെ യുവതികളെയും ഇത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് സഫലമായി തീരട്ടെ, ഈ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം അധികം താമസം വരാതെ തന്നെ സഫലമായി തീരട്ടെ. അതിൻ്റെ കൂടെ കുറേയധികം ആളുകൾക്ക് തൊഴിലവസരവും കൂടി സൃഷ്ടിക്കുന്ന ഒരു ജോബാണിത്. ഇദ്ദേഹത്തിന് വേണ്ട എല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നിങ്ങൾ കണ്ടില്ലേ, എന്നെ തന്നെ കണ്ടില്ലേ, ഇതൊരു ഇറ്റാലിയൻ മോഡലാണ്. ചെടിക്കാറി ഇങ്ങനെയാണ്. ഇത് കൂടുതൽ നോക്കും തണുപ്പ് സമയങ്ങളിലാണ് അത്. പക്ഷേ നമുക്കിതൊരു ഫാഷനാണ്. ഇന്ന് ഫാഷൻ ലോകത്താണ് ഞങ്ങൾ കൂടുതൽ നേരം ചിലവഴിച്ചത്. ഈ ജാഫറിൻ്റെ ഫാഷൻ സ്വപ്നങ്ങൾ അദ്ദേഹം സഫലമാക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ എറണാകുളത്തെ എല്ലാ ടീനേജുകൾക്കും നല്ല നല്ല ഫാഷൻ ഡ്രസ്സുകളിട്ട് ഇവിടെ എറണാകുളം ഉത്സവമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളെ ഇതേ സമയത്ത് ഇതേപോലുള്ള യുവാക്കളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.